നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. സ്പോൺസർഡ് ബൈ ഡെൽറ്റ എക്സ്ചേഞ്ച്, ലീഡിംഗ് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇൻ ഇന്ത്യ. മാർക്കറ്റ് ഇന്ന് ഒരു പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തി. ഇന്നലെ ഈ ഒരാഴ്ചയിലെ ആദ്യത്തെ ദിവസം തന്നെ 15 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് വൈപ്പ് ഔട്ട് ആയിപ്പോയി. നമ്മളെ വലിയൊരു ഭീതിയിലേക്ക് തള്ളിവിട്ടു ഇന്നലത്തെ മാർക്കറ്റ്. അതിനുശേഷമാണ് ഇന്നലെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നത്. ഇൻഫ്ലേഷൻ ഡേറ്റ പോസിറ്റീവായിട്ടുള്ള ഒരു ഡേറ്റ വന്നു. കൂടാതെ തന്നെ ഇന്നലെ US മാർക്കറ്റിൽ ഡോ തിരിച്ചു കയറി. അതിൻ്റെ ഭാഗമെന്നോണം ഇന്ന് രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ കണ്ടു. ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഏകദേശം ഒരു 100 പോയിന്റ് എബോവ് ആയ ഒരു രീതിയിലായിരുന്നു. അത് തന്നെ നമുക്ക് ഇന്ന് കിട്ടി. എന്നാൽ വലിയൊരു ഗെയിനൊന്നും തന്നെ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ല. അദാനി സ്റ്റോക്കുകൾ, സ്റ്റീൽ സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടർ, എസ്പെഷ്യലി ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയണം. ഫിനാൻഷ്യൽ സെക്ടർ തുടങ്ങിയ സ്റ്റോക്കുകളുടെ ആ ഒരു പിൻബലത്താൽ നിഫ്റ്റി ഇന്ന് ഒരു 80 പോയിന്റിൻ്റെ അടുത്തൊരു റാലി രേഖപ്പെടുത്തി. NTPC ഗ്രീനെല്ലാം തന്നെ ഒരു 10% ഒരു ഗെയിന്. IPO പ്രൈസൊക്കെ തിരിച്ചെത്തി. എങ്കിലും ഇന്ത്യയിലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിട്ടുണ്ട്. അത് 2.3%, അത് 2.3% റൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ അത് ഈ ഒരു സമയത്തൊക്കെ ഡൈജസ്റ്റ് ആയി പോയേക്കാം എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടെ നമുക്ക് നേരെ നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാം ഓപ്പൺ റേഞ്ച് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു അല്ലേ? ഗ്യാപ്പ് അപ്പ് കാണുന്നുണ്ട്. അതിനുശേഷം ഒന്ന് റൈസ് ചെയ്തു. 23,260 റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. അവിടുന്ന് ഒരു ഷാർപ്പ് ഫോൾ 132 പോയിന്റിൻ്റെ. ഇന്നത്തെ ലോ വീണ്ടും റീടെസ്റ്റ് ചെയ്തു, വീണ്ടും കൺസോളിഡേറ്റ് ചെയ്തു. അങ്ങനെ ഭീകരമായിട്ടുള്ളൊരു റാലി എന്ന് പറയാൻ സാധിക്കില്ല. എങ്കിലും നിഫ്റ്റിയിൽ അദാനി എൻ്റർപ്രൈസസ് സ്റ്റോക്ക് 7%, ശ്രീരാം ഫിനാൻസ് കുറച്ച് നാളത്തെ ഇടിവിന് ശേഷം 5%, അദാനി പോർട്ട് 5%, ഹിൻഡൽകോ, NTPC തുടങ്ങിയ കമ്പനീസ് റാലി രേഖപ്പെടുത്തി. ഓൾ ടുഗദർ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ 18% ഒരു ഗെയിൻ ഉണ്ടാക്കി. HCL ടെക്, HUL, അപ്പോളോ ഹോസ്പിറ്റൽ, ടൈറ്റാൻ, TCS തുടങ്ങിയ കമ്പനീസ് ഫോൾ ആയിട്ടുണ്ട്. അപ്പോൾ IT സെക്ടർ ഇന്ന് പെർഫോമൻസ് ചെയ്തിട്ടില്ല. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 97,000, 4,200 പോയിന്റിൻ്റെ റാലി, ഡോളറിൻ്റെ റാലി. ബ്രന്റ് ഓയിൽ 81. ഈ ബ്രന്റ് ഓയിൽ സ്പൈക്ക് ചെയ്താണ് ഇന്നലത്തെ ഒരു ഇടിവിന് കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഗോൾഡ് ഒന്ന് സ്പൈക്ക് ചെയ്തു, $2,667 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് ഇന്ന് 3% ഫോളായി 15.49 സ്റ്റിൽ നിൽക്കുന്നത്. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് ഇന്ന് 753 പോയിന്റിന് ഒരു ഫോൾ ഉണ്ടാക്കി. എന്നാൽ ഓസ്ട്രേലിയ, കൊറിയ, ചൈന പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റാണ് ഏറ്റവും താഴെ കാണുന്ന 3 അത് പോസിറ്റീവാണ്. ഇനി നമുക്ക് ബിറ്റ്കോയിൻ്റെ ചാർട്ട് നോക്കാം. ബിറ്റ്കോയിൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് 97,000 ഫേസ് ചെയ്തു. കാണാം 96,200 ബിറ്റ്കോയിൻ. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സ്പൈക്കൊക്കെ ഉണ്ടാക്കി. ബിറ്റ്കോയിൻ ഇപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ചിലൊക്കെ നമുക്ക് ഇന്ത്യൻ റുപ്പീസിൽ തന്നെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. PCR 0.8, സ്പോട്ട് 23,176, മേജർ സപ്പോർട്ട് സോൺ 23,000, റെസിസ്റ്റൻസ് സോൺ 23,500. PCR 0.8 ആണ്. എബോവ് 1 ഒക്കെ ആയിട്ടില്ല. അതീവ ബുള്ളിഷൊന്നും ആയിട്ടില്ല. ആ ഒരു ഭീതി മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. ആളുകൾ പതിയെയാണ് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് വരുള്ളൂ. ഇന്നത്തെ FIS, DISൻ്റെ ഡേറ്റ ഫസ്റ്റ് കമൻറ്റിൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് അത് കമൻറ്റ് ചെയ്യും. നിങ്ങളത് നോക്കണം. എനിക്ക് ആ ഡേറ്റ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് റിവേഴ്സലാണോ എന്നൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. FISൻ്റെ ബൈയിങ് ഇല്ലാതെ മാർക്കറ്റിന് വലിയ ദൂരം അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. FISൻ്റെ ബൈയിങ് ഉണ്ടെങ്കിൽ അത് പോസിബിളാണ്. FIS ആണ് മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ട്രിഗർ ചെയ്യുന്ന ഒരു വലിയൊരു ഇവൻറ്റ്. FIS സെല്ല് ചെയ്തതിനേക്കാളും കൂടുതൽ DISന് ബൈ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. എങ്കിലും ഒരു വലിയൊരു മെജോറിറ്റി പാർട്ടി സെല്ലിംഗ് മോഡലാകുന്നത് മൊത്തത്തിലുള്ളൊരു മാർക്കറ്റിന് ഒരു ക്ഷീണമാണ്, അല്ലെങ്കിൽ അവർക്ക് പേടിയാണ്. കാരണം FISന് വലിയ തോതിൽ മാർക്കറ്റിനെ താഴേക്ക് ഇടാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ FIS. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് നമ്മുടെ കൊച്ചി ഓഫീസിലിരുന്നും ഇനി വരാൻ പറ്റാത്ത ആളുകൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് വേണമെങ്കിലും ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാം. സ്വിങ്ങും ഉണ്ട്, ബേസിക്കും ഉണ്ട്. വളരെ അടുത്ത് തന്നെ നമ്മൾ ക്രിപ്റ്റോയും മറ്റുള്ള കോഴ്സുകളൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഏഞ്ചലിൻ്റെ റിസൾട്ട് സ്റ്റോക്ക് ന്യൂസാണ് ആദ്യം. ഏഞ്ചലിൻ്റെ ഈ FNO എല്ലാം തന്നെ പ്രശ്നം വന്നതുകൊണ്ട് ഇവരുടെ ഈ റവന്യൂ 17% ഇടിവ് രേഖപ്പെടുത്തി. ഡെയിലി എക്സ്പയറി ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ അതില്ല. സ്വാഭാവികമായിട്ടും ബ്രോക്കറിന് കുറച്ച് സ്ട്രഗിൾ ആകും. ജിൻഡാൽ സ്റ്റെയിൻലെസ് കമ്പനി
ബ്രോക്കറിംഗ് ഏജൻസി ആയിട്ടുള്ള നോവാമ അപ്ഗ്രേഡ് ചെയ്തു. IRFC 3267 കോടി രൂപയുടെ ഒരു ജാർഖണ്ഡിലെ ഒരു മെട്രോ ലൈനിൻ്റെ ഒരു ഓർഡർ കമ്പനി കിട്ടിയിട്ടുണ്ട്. BSE അവരുടെ ടാർജറ്റ് ജെഫ്രീസ് അപ്ഗ്രേഡ് ചെയ്തു. ബയോകോൺ കമ്പനി ഇന്ന് 5% റാലി ഉണ്ടായിരുന്നു. HSBC ബയോകോൺ അപ്ഗ്രേഡ് ചെയ്തു. HDFC AMC നെറ്റ് പ്രോഫിറ്റ് 31% വർദ്ധിച്ചു. റവന്യൂ 39% വർദ്ധിച്ചു. പിരമൽ എൻ്റർപ്രൈസസ് കമ്പനി സ്റ്റോക്ക് ഒന്ന് ജമ്പ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും മെക്യുലർ ഇമേജിനിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് $140 മില്യൺ ഒരു ഓർഡർ കിട്ടി. പേടിഎം മോർഗൻ സ്റ്റാൻലി റീസ്ട്രക്ചർ ചെയ്യും. പേടിഎം ഇൻക്ലൂഷൻ ആവാനുള്ള സാധ്യതകളുണ്ട്. ഹീറോ മോട്ടോകോർപ്പ് അവരുടെ 125 സ്കൂട്ടർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡെസ്റ്റിനി എന്നാണ് സ്കൂട്ടറിൻ്റെ പേര്. 80,000 രൂപയാണ് വില. സ്കൂട്ടറിൻ്റെ ബൈക്കിൻ്റെ തന്നെ വില വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയി. ഷോപ്പ് കമ്പനി അവരുടെ നെറ്റ് പ്രോഫിറ്റ് 36 നിന്ന് 52 ഉയർന്നു. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിന് SBIയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വാർണിംഗ് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഹാത്വേ കേബിൾ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ 39% ഡിക്ലൈൻ ഇടിവുണ്ടായി. അദാനി ഗ്രീൻ എനർജി ഇവരുടെ 57 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള വിൻഡ് പവർ പ്രൊജക്റ്റ് ഇവർക്ക് ലഭിച്ചു. ഓൾ കാർഗോ ഗാത്തി കമ്പനി Q3 വോളിയം സ്പൈക്ക് ചെയ്തു, അപ്പായി. UCO ബാങ്ക് ഇവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് 2,000 കോടി രൂപ, സ്റ്റോക്ക് ഇന്ന് പറന്നു. IOB ബാങ്ക് ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് 2,000 കോടി രൂപ, സ്റ്റോക്ക് ഇന്ന് പറന്നു. IDBI ബാങ്ക് ഗവൺമെൻറ് സ്റ്റേക്ക് സെല് ചെയ്യുന്നുണ്ട്, IDBI ബാങ്ക് പറന്നു. AWFS സ്പേസ് കമ്പനി ലക്നൌവിൽ ഒരു പുതിയൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തി. ഐഡിയ HCL സോഫ്റ്റ്വെയർ ആയിട്ട് പുതിയ ബിസിനസ് കൊളാബ് ചെയ്തു, സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് നാളെ രാവിലെ 7:00 എത്താം. കമ്പനികളുടെ റിസൾട്ട് അപ്ഡേറ്റ്, റിസൾട്ട് കലണ്ടർ, അങ്ങനെയുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ട്രേഡബിളി ടാബിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ട്രേഡബിളി ടാബിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂസിൽ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ഈ കാര്യങ്ങൾ നമ്മളുടെ ഇതിൽ ട്രേഡബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പല ആളുകളും നമ്മുടെ പറയാറുണ്ട്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയണം, ബെൽ ബട്ടൺ അമർത്തണം എന്ന് പറയണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ന്യൂസിൻ്റെ ഇതിൽ അതൊന്നും വിട്ടുപോകാണ് പതിവ്. വർഷത്തിൽ 1-2 തവണ മാത്രമാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാറ്. അപ്പോൾ അത് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക, ചാനൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.